അസ്തിത്വം അസ്തിത്വം തന്നെ, അതൊരിക്കലും അന്യഥ ആവില്ല. സർവേ വയമതഃപരം. ഞാൻ എന്ന ശബ്ദം കൊണ്ട് കുറിക്കുന്നത് എന്തിനെയാ? ആത്മാവിനെയാണ്. അപ്പം നല്ല പോലെ മനസ്സിലാക്കണം, തിരിച്ചെടുക്കണം. എൻ്റെ എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് എപ്പോഴും വിഷയങ്ങളെയാണ്, ദൃശ്യങ്ങളെയാണ്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് വിഷയിയെയാണ്. വിഷയി എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? വിഷയത്തെ ഗ്രഹിക്കുന്നവൻ വിഷയി, ദി സബ്ജക്റ്റ്. വിഷയം എന്നാൽ പറഞ്ഞാലോ ഗ്രഹിക്കപ്പെടുന്നത് മുഴുവനും വിഷയമാണ്, ഓബ്ജക്റ്റാണ്. അപ്പം എൻ്റെ എന്ന ശബ്ദം കൊണ്ട് നാം സൂചിപ്പിക്കുന്നത് മുഴുവനും വസ്തുക്കളെയും വിഷയങ്ങളെയുമാണ്. ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എപ്പോഴും ദ്രഷ്ടാവിനെയും സാക്ഷിയെയുമാണ്. ദ്രഷ്ടാവ് ഒരിക്കലും ദൃശ്യമാവില്ല, ദൃശ്യം ഒരിക്കലും ദ്രഷ്ടാവുമാവില്ല. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃപരം. പണ്ഡിതന്മാരുടെ വീക്ഷണം, ദൃഷ്ടി എന്താ എന്നല്ലേ അർജുനൻ സംശയിച്ചത്, മനസ്സാ അന്വേഷിച്ചത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ പറയുകയാണ്, പണ്ഡിതന്മാരുടെ വീക്ഷണം ഇതാണ്. നമ്മളെല്ലാവരും ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ ഉൾ സാന്നിധ്യമുണ്ടല്ലോ, ആ ഉൾ സാന്നിധ്യത്തിന് വരവും പോക്കുമില്ല, ജനനവും മരണവുമില്ല. അതിപ്പോൾ സന്നിഹിതമായതുപോലെ എല്ലാ കാലത്തും സന്നിഹിതമായിരുന്നു, ആകും ചെയ്യും. അതിൻ്റെ നിൽപ്പ് യൂണിഫോമാണ്, ഒരുപോലെയാണ്. അതിന് ഭൂതം, വർത്തമാനം, ഭാവി എന്നുള്ള വ്യത്യാസമില്ല. ഇതാണ് അവരുടെ വീക്ഷണം. ആ വീക്ഷണം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മരണം എന്ന് പറയുന്നത് ശോചത്തിന് കാരണമല്ല. ലോകത്തിൽ പല പരിണാമങ്ങളും പരിവർത്തനങ്ങളും നടക്കണം. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യജന്മം ഉണ്ടാവണതും ആ ജന്മം കുറേ കഴിഞ്ഞാൽ ഇല്ലാതെ ആവണതും. അപ്പം സമഗ്രമായ ഒരു ദൃഷ്ടി വളർത്തിയെടുക്കുക, സങ്കുചിത മനോഭാവം കളയുക, മനസ്സിൻ്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുക, വികസിതമാക്കി തീർക്കുക മനസ്സിനെ. അങ്ങനെ വികസ്വര ചിന്താഗതി, തത്വവിചാരം കൊണ്ട് മാത്രമേ വരൂ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. അങ്ങനെ വരുമ്പോൾ മരണം എന്നൊന്നില്ലേ? ഉവ്വ്. എങ്ങനെയാ ഇല്ലാതെയാവുക? ഉള്ളതിനെ ഇല്ല എന്ന് പറഞ്ഞുകൂടല്ലോ. ആത്മാ എപ്പോഴും ഉള്ളതാണ്, അത് ഇല്ലാതെയാവില്ല എന്ന് പറയുന്നത് പോലെ നാം ഇന്ദ്രിയ വ്യാപാരത്തോടു കൂടി ലോകത്തിൽ നടക്കുമ്പോൾ എന്തെല്ലാം കാണുന്നുവോ അതും നമ്മൾ നിഷേധിക്കാൻ പോണ്ട. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി തത്വവിചാരം കൊണ്ട്. അപ്പം കൃഷ്ണൻ പറയാണ്, മരണം മരണം എന്ന് പറയണത് എന്താ? മനസ്സിലാക്കൂ അർജുന. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. മരണം മരണം എന്ന് പറയുന്നത് മരണമല്ല, അതൊരു ദേഹാന്തരപ്രാപ്തിയാണ്. ഒരു ദേഹത്തിൽ വിട്ട് വേറെ ഒരു ദേഹം കൈക്കൊള്ളണു. ആര്? അന്തരാത്മാവ്. ഈ ഉൾചേതനയുണ്ടല്ലോ, ഉൾസാന്നിധ്യം, ആ ഉൾബോധം, അത് ശരീരത്തോടു കൂടിയിരുന്നു, ആ ശരീരത്തിന് വിടുന്നു. അത് ഇനിയൊരു ശരീരം, ഇപ്പോൾ ഈ ഉണ്ടായ ശരീരം പോലെ ഇനി എത്രയോ ശരീരങ്ങൾ ഉണ്ടാവാൻ പോണു. ആ ശരീരം അത് ഉൾക്കൊള്ളും. ആ ഒരു പരിവർത്തനം സ്വാഭാവികമാണ്. ഏതുപോലെ? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. ഈ 12ാം ശ്ലോകം പറഞ്ഞതുകൊണ്ട് അർജുനന് മനസ്സിലായി കാണണം എന്ത്? ദേഹമല്ലാത്ത ഒരു ദേഹീ വ്യക്തിത്വം നമുക്കുണ്ടെന്ന്. ഒന്ന് ശരീരം, പിന്നെ ഒന്ന് ശരീരി. ശരീരത്തിൽ അധിവസിക്കുന്നവൻ, ശരീരമുള്ളവൻ, ശരീരത്തിനെ ഗ്രഹിച്ച് കാര്യക്ഷമമാക്കി പ്രവർത്തിപ്പിക്കുന്നവൻ ശരീരി, ആത്മാ. ആ ആത്മാവിനെയാണ് ദേഹി എന്ന് പറയുന്നത്. ദേഹത്തെയോ ദേഹം ശരീരം എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുണ്ടെന്ന് അർജുനന് മനസ്സിലായി. ഒന്ന് ഞാൻ, പിന്നെ ഒന്ന് എൻ്റെ. ദേഹിനോസ്മിൻ യഥാ ദേഹേ. അങ്ങനെ ദേഹിയായിരിക്കുന്ന ആത്മാവിന് യഥാ ഏതു പ്രകാരമാണോ ദേഹേ ഈ ദേഹത്തിൽ കൗമാരം യൗവനം ജര. അതിൽ കൗമാരം, കൗമാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു ശിശുവായിട്ടാണ് ജനിക്കുന്നത്. ആ ശിശു കുറച്ച് കഴിഞ്ഞാൽ ബാലനോ ബാലികയോ ആയി. ശൈശവം, ബാല്യം. ആ ബാല്യവും കഴിഞ്ഞാൽ പിന്നെ കൗമാരം. കൗമാരം കഴിഞ്ഞാലോ പിന്നെ യൗവന്യം. അത് കഴിഞ്ഞാലോ പിന്നെ ജര. ഇതൊക്കെ ഒരു ശരീരത്തിൽ നാം പ്രത്യക്ഷമായി കാണുന്ന മാറ്റങ്ങളാണല്ലോ.
ഗർഭസ്ഥ ശിശു പുറത്തു വന്നാൽ ജന്മമായി, ജനിച്ചപ്പോൾ ശൈശവം, ശൈശവം വിട്ട് ബാല്യം, ബാല്യം വിട്ട് കൗമാരം, കൗമാരത്തിൽ നിന്ന് യൗവനം, അത് കഴിഞ്ഞാലോ വാർദ്ധക്യം, പിന്നെയോ നിങ്ങൾ തന്നെ പറയും പിന്നെ നെക്സ്റ്റ് എന്താന്ന്. നിങ്ങളുടെ കുടുംബത്തിലുള്ള മുത്തശ്ശൻ മുത്തശ്ശിമാരൊക്കെ മരിക്കാതെ അവിടെ അങ്ങോട്ട് ഇരുന്നാൽ എന്ത് ചെയ്യും? പഴയ കാലത്ത് ചില കഥകളൊക്കെ ഉണ്ടല്ലോ, അവരെ പെറുക്കി ഒരു ചിരട്ടയിൽ വെച്ച് ചുമരിൽ ഒരു കുഴി ഉണ്ടാക്കി എടുത്തു വെച്ചു എന്ന്, അതുമാതിരിയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം സാധാരണ ഈ പരിവർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് വരണു. ദേഹാന്തരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ദേഹം വിട്ടുപോവാന്ന്. ബാക്കിയുള്ള പരിവർത്തനങ്ങളൊക്കെ ഒരേ ദേഹത്തിൽ നടക്കുന്നതാണ്. ആ ഒരേ ദേഹത്തിൽ നടക്കാനുള്ളതൊക്കെ നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞാലോ പിന്നെ ദേഹം വിട്ടങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഉടനെ വിചാരിക്കരുത് ഈ ദേഹം വിട്ട് അവർ വേറെ ഒരു ദേഹത്തിലേക്ക് കിടക്കണമെന്ന്. അങ്ങനെയല്ല, നിലനിൽക്കുന്ന ദേഹങ്ങളെ വിട്ട് നിലനിൽക്കാതെ വരുന്ന പുതിയ ദേഹങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നാണ്. ആത്മാ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, ദേഹം മാത്രമേ വ്യത്യസ്തമുള്ളൂ. എത്ര ദേഹമുണ്ടോ അത്ര ആത്മാവുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വൈവിധ്യങ്ങൾ മുഴുവൻ ദൃശ്യപ്രപഞ്ചത്തിലേ ഉള്ളൂ, ദൃശ്യവസ്തുക്കളിലേ ഉള്ളൂ. ഞാനല്ലാത്ത എൻ്റെ എന്ന് പറയുന്നതിലേ വൈവിധ്യങ്ങളുള്ളൂ. ഞാൻ എന്നതിൽ ഒന്നാണ്, അവിടെ വൈവിധ്യമില്ല, ഇല്ല ഇല്ല, ബഹുത്വമില്ല, അനേകത്വമില്ല. തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. അതുപോലെയാണ് അവസാനത്തെ ദേഹാന്തരപ്രാപ്തി, മറ്റൊരു ദേഹത്തിലേക്കുള്ള പോക്ക്. ധീരഹ ബുദ്ധിയുള്ളവൻ, ആശയത്തെളിച്ചമുള്ളവൻ, തത്ര ഈ കാര്യത്തിൽ, അതിൽ ന മുഹ്യതി മോഹത്തിന് വിധേയനാകുന്നില്ല. അപ്പം മരണം എന്നൊരു പേര് പോലും നിങ്ങൾ പറയരുത്. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ധാരണ എന്താ? നാശസൂചകം എന്നാ, ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നത് എന്നാണ്. ഒരിക്കലുമല്ല. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡെത്ത് ഡസ് നോട്ട് ഡിനോട്ട് ഓർ ഇംപ്ലൈ എക്സ്റ്റിങ്ഷൻ. മരണം എന്നുള്ള വാക്കിന് ഒരു വ്യവഹാരാർത്ഥേ ഉള്ളൂ. ആ വ്യവഹാരത്തിൽ ഇത്രനാളും ഏത് ശരീരമാണോ നമുക്ക് സമ്പർക്കത്തിന് ലഭ്യമായിരുന്നത് അത് ഇനി സമ്പർക്കലഭ്യമല്ല എന്നുള്ളൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആള് നഷ്ടപ്പെട്ടു, ഇല്ലാതെയായി എന്ന് പറയാൻ പറ്റില്ല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു വിറക് വെച്ചു, തീ കത്തിച്ചു. അങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആവശ്യം കഴിഞ്ഞപ്പോൾ ആ തീ നമ്മൾ കെടുത്താറുണ്ട്. വേണ്ടി വന്നാൽ ഇത്തിരി വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ കൊള്ളി പിരിഞ്ഞു വയ്ക്കും. ഞങ്ങളിലൊക്കെ കുടുംബങ്ങളിൽ വെള്ളം ഒഴിക്കരുത് തീയിലെന്നാണ് പറയുക. അത് പിരിഞ്ഞു വെച്ച് തന്നെ കാറ്റത്ത് കെട്ടുപോകണം. അടുപ്പത്ത് നിങ്ങളുടെ എടുത്തു മാറ്റിയാൽ മതി. അങ്ങനെ കത്തുന്ന തീ നമ്മൾ കെടുത്തി അല്ലെങ്കിൽ കെടാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അഗ്നി ഇല്ലാതെയായി എന്ന് അർത്ഥമായോ? ഒരു വിളക്ക് കെടുത്തി എന്ന് പറഞ്ഞാൽ വിളക്കിലുണ്ടായിരുന്ന നാളമില്ലാതെയായി. അതുകൊണ്ട് അഗ്നി തന്നെ ഇല്ലാതെയായി. നിങ്ങൾക്കത് പിന്നെ രണ്ടാമതും കൊളുത്താം. ധീരസ്തത്ര ന മുഹ്യതി. അപ്പം ഈ കാര്യത്തിലാണ് ആശയത്തെളിച്ചം വേണ്ടത്. ആശയത്തെളിച്ചം വേണ്ടത്. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ചും പ്രാണനും ജീവനുമുള്ള വസ്തുക്കൾക്കെല്ലാം ജായതേ, അസ്ഥി, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, വിനശ്യതി, ഇങ്ങനെ 6 കൂട്ടം വികാരങ്ങളാണ്. ആദ്യമായിട്ട് ജനിക്കും, പിന്നെ നിലനിൽക്കും. ആ നിലനിൽപ്പിൽ വർധനയും വികാസവും ഉണ്ടാവും, പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായി, ആ ക്ഷീണത്തെ തുടർന്ന് നാശമായി. നമ്മുടെ ശരീരം വളരുന്നത് എത്ര കൊല്ലം ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ജനിച്ച ശരീരം പരമാവധി 21 വയസ്സ് വരെയാണ് വളരുക. ആ 21 വയസ്സ് വരെ വളർന്നാൽ പിന്നെ വിസ്ഡം ടീത്ത് മാത്രമേ ബാക്കിയുള്ളത് ചിലർക്ക് ഉണ്ടാവുള്ളൂ. മുളയ്ക്കാൻ കഴിഞ്ഞു, ശരീരത്തിൻ്റെ വളർച്ച കഴിഞ്ഞു. ആ വളർച്ച അങ്ങോട്ട് കഴിഞ്ഞ് അത് അതേപോലെ നിൽക്കാൻ പോണില്ല. ആ വളർച്ചയെ പിന്തുടർന്ന് പിന്നെ ക്ഷയമായി അതിന്. അപ്പോഴാണ് നമുക്ക് പ്രായപൂർത്തി. പിന്നെ നമ്മൾ പോഷിപ്പിക്കേണ്ടതും നിലനിർത്തേണ്ടതും വളർത്തേണ്ടതും വികസിപ്പിക്കേണ്ടതും ഉത്തുംഗമാക്കേണ്ടതും എന്താ? ഈ ശരീരത്തെയല്ല. മിക്കവാറും ഈ ശരീരം സ്ഥൂലമാവുകയുള്ളൂ. അതുവരെ ഓടിച്ചാടി നടക്കും, മെറ്റബോളിസമൊക്കെ നല്ലപോലെ പ്രവർത്തിക്കും. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താ? ഈ കുറേശ്ശെ ആയിട്ട് ആ പോക്കും വരവും ഒത്തിരി കുറയുക. കല്യാണവും കൂടി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോടാ ഈ ചോദ്യം, എനിക്ക് അത് തരൂ ഇത് തരൂ എന്ന്. സ്വയം നടക്കലില്ല. പിന്നെ കുട്ടികളായാൽ പിന്നെ നീ ഇതുകൊണ്ടാന്നായി. അപ്പം അത്രയും നമ്മുടെ ശരീരത്തിൻ്റെ ഇളക്കവും പോക്കും വരവും ഒക്കെ കുറവാണ്. അപ്പം ശരീരം ഇങ്ങനെ പൂർണ്ണിച്ച് വരികയാണ്. അപ്പം ശരീരത്തിന് ക്ഷീണമാണ് ഉണ്ടാവുന്നത്. പിന്നെ പോഷിപ്പിക്കാനുള്ളത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. ആ പോഷണമാണ് അർജുനന് ഇത്ര കാലമായിട്ടില്ലാത്ത പോഷണം. മനഃപോഷണം, ബുദ്ധിപോഷണമാണ് കൃഷ്ണൻ.
ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തേർ തട്ടിൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും പ്രതികൂല സാഹചര്യമാണ്. അപ്പോൾ നല്ല പോലെ മനസ്സിലാക്കണം. എന്ത്? ഈ ശരീരം 21 വയസ്സുവരെ വളരുള്ളൂ. അത് കഴിഞ്ഞാൽ വളർച്ച നിന്നു. പിന്നെ നമ്മളിൽ വളരാനുള്ളത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അത് അന്തിമ ശ്വാസം വരെ വളരാം. അതാണ് മനുഷ്യജീവിതത്തിൻ്റെ വിശേഷപ്പെട്ട നില. അന്തിമ ശ്വാസം വരെ വളരാം, വളരാം, വളരാം. അന്തിമ ശ്വാസം വരെ വളരാം. അപ്പം മനസ്സിനെ നല്ലോണം വളർത്തി കൊണ്ടുവന്നുള്ളൂ. അതാണല്ലോ 60 വയസ്സായി നമ്മൾ അടുത്തൂൺ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അപ്പോഴാണ് ഉൾവികാസത്തിന് വേണ്ടിയുള്ള അധ്യാത്മ ജീവിതം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറഞ്ഞ രണ്ടും എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. അർജുനന് പുതിയ ഒരു മാനദണ്ഡം കിട്ടി. എന്ത്? മരണം. എൻ്റെ മനസ്സിലുള്ള വിചാരം എന്താ? ഞാൻ ഈ യുദ്ധം ചെയ്താൽ ഈ സ്വജനങ്ങൾ മുഴുവനും മരിക്കുമല്ലോ, മരിക്കുമല്ലോ, എനിക്ക് അവരെ കൊല്ലേണ്ടി വരുമല്ലോ, ഞാൻ കൊല്ലുമല്ലോ, കൊടും പാപം എൻ്റെ പിന്നാലെ വരില്ലേ, ഈ വക ഭയമാണ്. അർജുന, ഇവരെല്ലാവരും ഇവിടെ വന്ന് മരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ സ്വഭാവത്തിനും പരിണാമത്തിനും വിധേയമായിട്ടാണ്. നിന്റെ അമ്പിൻ്റെയും വില്ലിൻ്റെയും യോഗ്യതയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ മരിക്കാൻ തയ്യാറായി വന്നവരേ ഉള്ളൂ. കിടന്നുറങ്ങുന്നവരെ പോയി ഉണർത്തി കൊല്ലണം എന്ന് പറയുന്നില്ല. ഇവിടെ മരിക്കാൻ തയ്യാറായിട്ട് വന്നവരാണ്, തയ്യാറായിട്ട് വന്നവരാണ്. നിങ്ങൾക്കറിയാമോ, ജരാസന്ധനും ഭീമനും കൂടി യുദ്ധം നടന്നു. എനിക്ക് തോന്നുന്നു 10-28 ദിവസം യുദ്ധം ചെയ്തു. പകല് മുഴുവൻ യുദ്ധം ചെയ്തു, രാത്രിയോ ഒന്നിച്ചിരുന്നുണ്ടു. എന്തു പറയണു നിങ്ങൾ? ഒരു കരാറുണ്ടാക്കി മഹാഭാരത യുദ്ധത്തിന്. ആ കരാറിൽ പറഞ്ഞത് സൂര്യാസ്തമനം വരെ മാത്രമേ യുദ്ധമുള്ളൂ, വൈരമുള്ളൂ, ശത്രുതയുള്ളൂ. സൂര്യാസ്തമനം കഴിഞ്ഞ് പിറ്റേ ദിവസം യുദ്ധം തുടങ്ങുന്നത് വരെ നമ്മൾ സ്നേഹിതന്മാരും മിത്രങ്ങളും സുഹൃത്തുക്കളുമാണെന്നാണ്. ഇതാണ് ഭാരതം. ഭാരതം, ഭാരതം എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, ഇങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന്? ഇത് നമ്മുടെ ചരിത്രമാണ്, ചരിത്രമാണ്. നമ്മുടെ സർക്കാർ ഇതിനെ ചരിത്രമായി അംഗീകരിക്കാൻ പറ്റാത്തതാണ് അവരുടെ പാപ്പരത്വം, അവരുടെ ഗതികേട്. ഈ സ്കാമിൻ്റെ ഒക്കെ പിന്നിൽ ഇതാണ്. അവരിത് ചരിത്രമായി അംഗീകരിച്ചാൽ അവരുടെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റം വരും. വരാതെ കഴിയില്ല. നമ്മുടെ പൂർവികർ ഭരിച്ച രാജ്യമാണ്. ആ ഭരണ സംവിധാനത്തിലൂടെ, ആ ചരിത്രത്തിലൂടെ വേണം നമുക്ക് പോകാൻ എന്നൊരു ആത്മപ്രേരണ അവർക്കില്ലാതെ കഴിയില്ല. ഇതിനെ എത്രയും വേഗം ചരിത്രമായി അംഗീകരിക്കണം. മുത്തുപോലെ എഴുതി വച്ചിട്ടുള്ള ശ്ലോകങ്ങൾ, കാവ്യവൈഭവമാണിത് മുഴുവനും. അപ്പം അർജുനൻ്റെ മനസ്സിലുള്ള വിചാരം ഇവരെയെല്ലാം കൊല്ലൂലോ, കൊല്ലണ്ടി വരൂലോ, മരിക്കൂലോ എന്നാ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അർജുനൻ പ്രബുദ്ധനായി, പ്രബുദ്ധനായി. മനുഷ്യൻ്റെ ധൈര്യം, ധീരത, ബുദ്ധി മരണത്തെ ദേഹാന്തരപ്രാപ്തിയായി കണക്കാക്കുന്നതിലാണ്. മരണം ഒരു നാശസൂചകമല്ല. എങ്ങനെ ഗർഭസ്ഥ ശിശു പുറത്തു വരുന്നുവോ, പുറത്തു വന്ന ശിശു ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നുവോ, അതുപോലെയാണ് ദേഹാന്തരപ്രാപ്തി. ദേഹാന്തരപ്രാപ്തി നമുക്ക് ദുഃഖത്തിന് കാരണമായാൽ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അയ്യോ അത് ഉള്ളിൽ ഗർഭപാത്രത്തിലായിരുന്നു, പുറത്തു വന്നുല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോഴും കരയണം. അത് കരയണില്ലല്ലോ. ജന്മം നമുക്ക് ഹിതകരമാണ്, ഇഷ്ടകരമാണ്. അതുപോലെ ദേഹാന്തരപ്രാപ്തിയും അതുപോലെ പൂരകമായി നാം കണക്കാക്കണം. മരണം, മരണം, നാശം, നാശം, ഉള്ളതില്ലാതെയായി എന്നൊരു തോന്നൽ മനസ്സിന്നാ പോയി. അതിനെ സംബന്ധിച്ച് ഒരു ഭയവുമില്ല. ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്താ? മൃത്യുഹു അത്യന്ത വിസ്മൃതി എന്നാണ്. മൃത്യുഹു അത്യന്ത വിസ്മൃതി. മരണം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ടുള്ള ഒരു ഓർമ്മക്കുറവ്, ഓർമ്മകേട്, അതാണ് മരണം. എന്താ അത് എന്നേക്കുമുള്ള അത്യന്ത വിസ്മൃതി എന്ന് പറയാൻ കാരണം? നമുക്ക് എല്ലാ ദിവസവും നാം കിടന്നുറങ്ങുന്നുണ്ട്. ഒരാൾ ഇത്തിരി മുമ്പ് കിടന്നുറങ്ങി, ഗൃഹത്തിലുള്ളവരെല്ലാവരും കുറച്ച് നേരം വൈകി ഉറങ്ങി. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു വിശേഷ സംഭവം ചർച്ചയും നടന്നു. പിറ്റേ ദിവസം ഈ ആദ്യം ഉറങ്ങിയ ആൾ എണീറ്റാൽ എനിക്കതൊന്നും മനസ്സിലായില്ല എന്ന് പറയും. അപ്പം കിടന്നുറങ്ങുമ്പോൾ നമുക്ക് വിസ്മരണം ഉണ്ടാവും. പക്ഷെ ആ വിസ്മരണം എന്നേക്കുമുള്ള അത്യന്തമല്ല, അന്തമുള്ളതാണ്.
പിറ്റേ ദിവസം എണീറ്റാൽ നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയായി. ഈ മരണം എങ്ങനെയാ? ആ മറവ എന്നേക്കുമുള്ളതാണ്. നമ്മളെങ്ങനെ ഉറങ്ങുന്നുവോ അതുപോലെയാണ് നിങ്ങൾ മരിക്കുക. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മരണത്തിനെ പറ്റിയിട്ടുള്ള ഭയം എന്നേക്കുമായി തല ചുറ്റി വലിച്ചെറിയൂ. മരണത്തിൽ ഭയപ്പെടാനേ ഇല്ല. മരണം വരെയാണ് ഭയം. മരണം വരെയാണ് ഭയം. വേദനയോ വിഷമമോ വീർപ്പുമുട്ടോ സംഭ്രമമോ ഇതൊക്കെ മരണം വരെയാ. മരണം എന്ന് പറഞ്ഞാലോ പ്രാണൻ അങ്ങോട്ട് നിന്നു, സഞ്ചാരം അങ്ങോട്ട് നിന്നു, രക്തസഞ്ചാരം നിന്നു, ശ്വാസകോശം പ്രവർത്തിക്കുന്നില്ല, തലച്ചോറും പ്രവർത്തിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവരെ ആ ശരീരത്തിന് എന്തൊക്കെ വേണമെങ്കിൽ കാട്ടിക്കോട്ടെ, എടുത്ത് പിടിച്ച് ചിതയിൽ വെച്ച് തീ കൊടുത്ത് ഹൂന്ന് കത്തി അത് ദഹിച്ചങ്ങോട്ട് പൊക്കോട്ടെ. എന്താ? പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായ ശരീരം. ആ പഞ്ചഭൂതത്തിന് തന്നെയാണ് സമർപ്പിക്കേണ്ടത്. ഒന്നിലോ അഗ്നിയിൽ ദഹിപ്പിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ടിടണം, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചിടണം, അല്ലെങ്കിൽ കാറ്റിൽ കെട്ടിത്തൂക്കണം. ഇനി സാധിച്ചാൽ ആകാശത്തിൽ ചേർത്തോളൂ. മലേഷ്യയിലുള്ളപ്പോൾ ഒരു വൈമാനികൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുന്ന പ്ലെയിൻ ഉണ്ടല്ലോ, വിമാനം, ആ വിമാനത്തിൽ ഭൂമിയിലുള്ള പ്രഷർ, ഒരു സമ്മർദ്ദമുണ്ടല്ലോ കാറ്റിന്, ആ സമ്മർദ്ദത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഈ മുകളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം ഇതിനേക്കാൾ വളരെ വളരെ കുറവാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്ലെയിനിൻ്റെ ഉള്ളിൽ, ആ അലുമിനിയത്തിൻ്റെ ഉള്ളിൽ ഭൂമിയിൽ ഉള്ളിടത്തോളം ഇല്ല, അതിൻ്റെ 80% മറ്റുമാണ് സമ്മർദ്ദം നമുക്ക് തരുന്നത്. അതാണ് ഈ വിമാനയാത്ര ശരീരത്തിന് കേടുണ്ടാക്കുന്നത്. ഭൂമിയിലത്തെ അന്തരീക്ഷവും സമ്മർദ്ദവും നമുക്ക് അവിടെ കിട്ടുന്നില്ല, അതിൽ നിന്ന് കുറച്ച് കുറവാണ്. പക്ഷേ പുറമേ ഉള്ളതോ വളരെ കുറവാണ്. എങ്ങാനും എയറോപ്ലെയിനിൽ ഒരു ഓട്ടയുണ്ടായാൽ സ്ഥിതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എയറോപ്ലെയിനിലുള്ള മോളുണ്ടല്ലോ, ആ മോളിൽ നിന്നൊരു ഭാഗം തുറന്നു. അപ്പോൾ എല്ലാവരോടും ബെൽറ്റ് ഇട്ടിട്ട് വേണം ഇരിക്കാം, എപ്പോഴും ഇടണം എന്ന് പറയാറുണ്ട്. ചില ആൾക്കാരിത് ശ്രദ്ധിക്കില്ല. ഒരാൾ ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നില്ല അത്രേ. ആ ആളെ ആ പുറമേ സമ്മർദ്ദം കുറവാണല്ലോ, സക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് പോയി അത്രേ. എവിടെ ആൾ പോയെന്ന് എന്താ അറിയുക? ആകാശത്തോട് കൂടി ചേർന്നു. പാഞ്ചഭൗതികമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിന് പ്രാണൻ നിൽക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അച്ഛനമ്മമാർക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ കെട്ടിസൂക്ഷിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങൾ മരണത്തിനെപ്പറ്റി സ്വല്പമെങ്കിലും പേടിക്കരുതെന്ന്. മരണം വരെയുള്ളൂ. എത്ര ആൾ മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ മരണാഭിമുഖമായിട്ടാണ് നീങ്ങുന്നത്. ഈ മരണം എന്ന് പറഞ്ഞാൽ പൂരകമാണത്. അതൊരു കെടുതലോ കേടോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മൃത്യുഹു അത്യന്ത വിസ്മൃതി. നമ്മുടെ പരീക്ഷത്തിന് 7 ദിവസമാണല്ലോ ശുഗമുനി വന്ന് ഭാഗവതം ഉപദേശിച്ചത്. ആ ഭാഗവത കഥനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലായി, ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. എന്നിട്ട് പരീക്ഷിത്ത് പറയണത് എന്താ? സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരിഃ ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? ഈ ആത്മീക ചർച്ചയുണ്ടല്ലോ, ആ ചർച്ച എവിടെയും എന്ത് കാര്യത്തിന് വേണ്ടിയും ആർക്കും ചെയ്യാം. ശ്രേയസ് അഭിലഷിക്കാൻ ഒരു പ്രത്യേക അവസരമോ രംഗമോ ഇല്ല. പടക്കളത്തിൽ വെച്ചാണ് അർജുനൻ ചോദിച്ചത്. രാജധാനിയിൽ വെച്ച്, രാജധാനി എന്ന് പുറത്തു കടന്ന് ഭാഗീരഥിയുടെ തീരത്ത് ഗർഭവിരിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ശുഗമഹർഷിയുടെ എഴുന്നള്ളിപ്പ്. അവിടെ വെച്ചിട്ടാ ചോദിച്ചത് ആര്? പരീക്ഷിത്ത്. പട്ടിണിയും പാടുമായിട്ടിരിക്കുക, പ്രായോപവേശം. അവിടെയും ഉപദേശിച്ചത് ഈ അധ്യാത്മ സംഹിത തന്നെയാണ്. അത് കേട്ടിട്ട് പറയാണ്, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി. ഞാൻ സിദ്ധനായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് തോരാതെ കേൾപ്പിക്കൂ ഭഗവത് കഥനങ്ങൾ, തത്വകഥനങ്ങൾ. അത് കേട്ട് എൻ്റെ മനസ്സിൽ നിന്നുള്ള ഭയവും മോഹവും എല്ലാം പോട്ടെ എന്ന് പറഞ്ഞല്ലോ. ആ 16 വയസ്സായ കുട്ടി, ആ യുവ അവധൂതൻ, ആ തപസ്വി അവിടെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു.
എല്ലാ വിധത്തിലുള്ള ഉദ്ബോധനവുമായി, പ്രബോധനവുമായി, ഉപലബ്ധിയായി. എന്നിട്ട് സിദ്ധോസ്മി, ഞാൻ സിദ്ധനായി, ജീവിത ലക്ഷ്യം എനിക്ക് നിറവേറി, ആത്മലാഭം കരഗതമായി, ഇനി കിട്ടാനോ കൊടുക്കാനോ ഒന്നുമില്ല. അനുഗൃഹീതോസ്മി, ഞാൻ വളരെ അനുഗ്രഹീതനാണ്. ഭവതാ കരുണാത്മന, കരുണാത്മാവായ അങ്ങയാൽ ഞാൻ വളരെ അനുഗ്രഹീതനാണ്. ശ്രാവിതോ യച്ച മേ സാക്ഷാത് അനാദിനിധനോ ഹരിഹി, ശ്രാവിതോ യച്ച മേ സാക്ഷാത് അനാദിനിധനോ ഹരിഹി, അനാദിനിധനനായിരിക്കുന്ന ഹരി. കേട്ടിട്ടുണ്ട് ഞാൻ ശ്രീഹരി, മഹാവിഷ്ണു, ശംഖുചക്ര ഗദാപത്മധാരി, ചതുർഭുജധാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഹരി വിഷ്ണു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്പ്രകാശമാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ്, എൻ്റെ ഉള്ളിലുമുണ്ട് പുറത്തുമുണ്ട് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ രൂപത്തിലുള്ള ഗുണമഹിമകൾ എന്തെല്ലാം, അനുഭവസിദ്ധമായിരിക്കുന്ന നിലയെന്ത്, ഇതൊക്കെ എനിക്ക് മനസ്സിലായി, അങ്ങ് കേൾപ്പിച്ചു തന്നു. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. ഞാൻ പറയട്ടെ, ഇനി എനിക്ക് മൃത്യുവിൽ നിന്നുള്ള ഭയമില്ല, തക്ഷകൻ വന്ന് കടിക്കോ എന്നുള്ള ഭയമില്ല. അതൊക്കെ എൻ്റെ മനസ്സൊന്ന് പോയി ഭഗവൻ. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ, ബ്രഹ്മനിർവാണം പ്രവിഷ്ട ത്വയാ അഭയം ദർശിതം. നിർഭയമായിരിക്കുന്ന ദേന എന്താണെന്ന് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഞാനിതാ ബ്രഹ്മനിർവാണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാരാ പറയണത്? പരീക്ഷിത്ത്. അർജുനും ഈ ഉപദേശത്തിന് ശേഷം പറയണു, എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു, ഒരു മഹാഭാരത യുദ്ധമല്ല 12ഓ 20ഓ ഞാൻ ചെയ്തു കളയാം. ആ ഉപദേശത്തിൻ്റെ മഹത്വം, ഫലദായിത്വം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നെങ്കിലും പ്രേക്ഷകരെ നിങ്ങൾ ഗ്രഹിക്കൂ, പരസ്പരം സംസാരിക്കൂ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ പുരാണം പുരാണമല്ല, നിത്യനൂതനമാണ്. കേൾക്കുന്നുണ്ടോ പറയണത്? നമ്മുടെ പുരാണം പുരാണമല്ല, നിത്യനൂതനമാണ്. ഭാവനാത്മകമല്ല, അത് വസ്തുതാനിർഭരമാണ്. അത് അനുഭവിക്കാൻ സാധിക്കാത്തതല്ല, ഉപലബ്ധി ധാരാളം ഉണ്ടാക്കി തരുന്നതാണ്. അനുഭവമാണ് ഇതിൽ പ്രമാണം. ഈ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ധന്യമാക്കും. ഇത് മനസ്സിലാക്കുന്നത് തന്നെ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അർജുനന് കാര്യം വ്യക്തമായി. എന്താ വ്യക്തമായത്? മരണത്തിനെപ്പറ്റി ഞാൻ ഇനി ഒരു വാക്ക് പറയില്ല കൃഷ്ണ. മരണമല്ല, ദേഹാന്തരപ്രാപ്തിയാണ്. ബുദ്ധിയുള്ളവൻ അതിൽ മോഹിക്കൂല. ഞാൻ ബുദ്ധി ഉള്ളവനാണ്, എൻ്റെ ബുദ്ധി തെളിഞ്ഞു അങ്ങയുടെ ഉപദേശം കേട്ടിടത്തോളം. അതുകൊണ്ട് ഇനി മരണം എനിക്കൊരു ചർച്ചാ വിഷയമോ ഭയഹേതുവോ ആവില്ല. ഇനി എനിക്ക് ബാക്കി നിൽക്കുന്നത് എന്താ? ജീവിതം മാത്രം. ആ ജീവിതത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധം. ഒരു ദാരുണ സംഭവമാണ്, ദാരുണ കൃത്യമാണ്. ആ യുദ്ധം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇവരെ ഞാൻ കൊല്ലുമല്ലോ എന്നുള്ള വിചാരം എനിക്കില്ല. കൊല്ലലും മരണവും വിട്ടുകളഞ്ഞു ഞാൻ. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ ഹിതത്തിനനുസരിച്ചാണ്. അപ്പം അതിലെന്ത് നടക്കുമോ അവിടെ നടക്കും. കാട്ടിൽ തപസ് നടക്കും, പടക്കളത്തിൽ പോർ നടക്കും. അവിടെ പൂജിക്കും, ഇവിടെ അസ്ത്രങ്ങൾ തൊടുക്കും. അതിൻ്റെ പാട്ടിൽ നടന്നോട്ടെ, എനിക്ക് അതിനെപ്പറ്റി സംശയമില്ല. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സംഘർഷ നിർഭരമാണ്. ആ സംഘർഷ നിർഭരമായ ജീവിതത്തിന് എന്താണ് പ്രതിവിധി എന്നായി അർജുനന്റെ സംശയം. അത് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണനിതാ മറുപടി പറയുന്നു. ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് സമഗ്രമായി അല്പാക്ഷരങ്ങളിൽ വളരെയധികം വ്യക്തമായി വിവരിക്കുന്നു കൃഷ്ണൻ. ഇതുമായൊരു വിവരണം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ പറയും ജീവിക്കണു. എന്താണ് ഈ ജീവിതം? ആർക്കറിയാം എന്താ ജീവിതമെന്ന്? എന്താണ് ഈ ജീവിതം? എന്താ അത്? ആലോചിച്ച് നോക്കൂ. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കുറേ കാലമായല്ലോ ജീവിക്കണു, എന്താണ് ജീവിതം എന്ന് പറയാൻ പറ്റുമോ? അവരുടെ മറുപടി ആലോചിച്ചിട്ടേ ഇല്ല സ്വാമിജിന്ന്. കല്യാണം കഴിച്ചവരോട് ഞാൻ ചോദിക്കുമ്പോൾ ഇതാ മറുപടി. നിങ്ങൾ വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിരിക്കുന്നുണ്ടല്ലോ, എന്തിനാ വിവാഹം കഴിച്ചേ? സ്വാമിജി അതങ്ങനെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കാതെയാണ് നമ്മുടെ സർവ്വകാര്യങ്ങളും.
നിങ്ങൾ മനുഷ്യനാണോ? അതേ മനുഷ്യനാണ്. ആരായി മനുഷ്യൻ? ഞങ്ങൾക്കറിയില്ല. ഉദ്യോഗം ഭരിക്കുന്നുണ്ടോ? ഉവ്വ്. എന്തിനാ ഉദ്യോഗം? അറിയില്ല. ഒരാളെ മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കണു, അല്ലെങ്കിൽ മന്ത്രിയായിട്ട് നിയോഗിക്കുന്നു. എന്തിനാ മന്ത്രിപദം കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വകുപ്പുണ്ടല്ലോ, അത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഭരിക്കണം എന്ന് പറഞ്ഞിട്ടാ. ഫ്രീ ആൻഡ് ഫെയർ പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഓരോരുത്തരും മന്ത്രിയാവുന്നത്. ആ പ്രതിജ്ഞ ആരുടെ പേരിലാ? ഭരണഘടനയുടെ പേരിൽ, മാതൃഭൂമിയുടെ പേരിൽ. ഈ ഭരണഘടന ഉണ്ടാക്കിയവരുടെ എല്ലാവരുടെയും മുൻപിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർവഹിക്കാം എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി എടുക്കുന്ന പ്രതിജ്ഞയാണത്. എന്നിട്ടോ അവർ ചെയ്യണതോ നേരെ കടകവിരുദ്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനൊക്കെ കാരണം എന്താ? ഞാനൊരു മന്ത്രിയാണെങ്കിൽ ആരാണ് മന്ത്രി? ഞാനൊരു MLA ആണെങ്കിൽ ആരാണ് MLA? ഞാനൊരു പ്രസിഡന്റ് ആണെങ്കിൽ ആരാണ് പ്രസിഡന്റ്? ഇത് ആലോചനയില്ലാത്തതാണ്. ജീവിതം ജീവിതം എന്താണ് ജീവിതം? ആലോചിക്കുന്നില്ല. എന്തിനാണ് വിവാഹം? ആലോചിക്കുന്നില്ല. വിവാഹം വംശവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിനാണ് വിവാഹം. അല്ലാതെ വിവാഹം കഴിച്ച് ഹണിമൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ ഓടിപ്പോവാനല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ വംശവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണിത്. അപ്പം നമ്മളിൽ നിന്ന് കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ പ്രപഞ്ചത്തിന്, ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാവണം സമാജത്തിന് എന്നുള്ള ആലോചന വേണം. അങ്ങനെ ആലോചിച്ചിട്ട് വേണം ഈ ഗർഭാധാനം എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് പുറപ്പെടാൻ തന്നെ. ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ നന്മയ്ക്കാണല്ലോ ഇത് മുഴുവനും പറയുന്നത്, ഗൃഹസ്ഥന്മാരുടെ നന്മയ്ക്ക്. അപ്പം അടുത്ത ശ്ലോകം കൃഷ്ണൻ ജീവിതത്തെ അപഗ്രഥിക്കുകയാണ്. ഉപയോഗിക്കുന്ന വാക്കുകളും അക്ഷരങ്ങളും എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 32 അക്ഷരമാണ്. ആ 32 അക്ഷരത്തിൽ ഒരു വരി കൊണ്ട് ജീവിതത്തെ പരാമർശിച്ചു. ഇന്നതാണ് ജീവിതം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വരി കൊണ്ട് അതിലുണ്ടാകുന്ന ഫലങ്ങളും അനുഭവങ്ങളും എന്താണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ വരി കൊണ്ടോ അവയുടെ സ്വഭാവം, പ്രകൃതി എന്താണെന്ന് ചിത്രീകരിച്ചു. നാലാമത്തെ വരി കൊണ്ടോ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന സമീപനമോ മനോഭാവമോ എന്താകണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ചതുസൂത്രിയായിരിക്കുന്ന ഒരു ശ്ലോകമാണ് വളരെ വിശേഷപ്പെട്ടത്. ഞാൻ ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകമാണ് ഏറ്റവും മഹത്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഈ 14-ാമത്തെ ശ്ലോക. 11-ൽ തുടങ്ങി 11, 12, 13 14-ാമത്തെ ശ്ലോകം കേട്ടോളൂ. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ തിദിക്ഷസ്വ ഭാരത താം സ്ഥിതിക്ഷസ്വ ഭാരത. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താം സ്ഥിതിക്ഷസ്വ ഭാരത. മാത്രാസ്പർശാഃ തു ഹേ കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ. ജീവിതം എന്ന് പറഞ്ഞാൽ മാത്രാസ്പർശങ്ങളാണ്. മാത്രാസ്പർശാഃ കഴിഞ്ഞു ജീവിതം. നമ്മുടെ ജീവിതത്തെ പല വീക്ഷണകോണിൽ നിന്നും പല തുറയിലുമുള്ളവർക്ക് വ്യാഖ്യാനിക്കാം, വിവരിക്കാം. വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ നമ്മുടെ ശരീരം ഒന്നാണ്, ചരിത്രകാരൻ്റെ മുൻപിൽ വേറെ ഒന്നാണ്. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ്. ഇവിടെ ഇപ്പോൾ അനുഭവാത്മകമായ ജീവിതം വെച്ചുകൊണ്ട് ജീവിതത്തെ അപഗ്രഥിക്കുകയാണ് കൃഷ്ണൻ. നമ്മുടെ തത്വവിചാരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, ജീവിതത്തെ അപഗ്രഥിക്കൽ. വെറും 4 അക്ഷരമാണ്. മാത്രാസ്പർശാഃ തു. മാത്രാസ്പർശങ്ങളാണത്രേ ജീവിതം. മാത്രാസ്പർശങ്ങൾ 5 അക്ഷര. ജീവിതം കഴിഞ്ഞു. എന്താ ഈ മാത്രാസ്പർശങ്ങൾ എന്നുള്ള വാക്കിന് അർത്ഥം? മാത്രകൾ എന്ന് പറഞ്ഞാൽ അളക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് മാത്രകൾ. എന്താ ഈ അളക്കാൻ ഉപയോഗിക്കുന്നത്? എന്താ ഈ അളവിൻ്റെ അർത്ഥം? ഒരു സാധനം കണ്ടു, അതിൻ്റെ നീളം എത്ര, വണ്ണം എത്ര, പൊക്കം എത്രയാ, അതിൻ്റെ നിറമെന്ത്, അതിൻ്റെ ഗുണമെന്ത്, അത് എന്ത് കാര്യത്തിന് ഉപയോഗിക്കാം, ഉപയോഗിച്ചാലുണ്ടാകുന്ന കാര്യം, അത് അമൃതമോ വിഷമോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആലോചിച്ച് നിർണയിക്കുന്നുണ്ടല്ലോ. ആ നിർണയിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകം എന്താ? നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. ഈ ലോകത്തിനെ മുഴുവൻ അളന്നെടുക്കുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളാണ്. എത്ര നിറമുണ്ടെന്ന് നിശ്ചയിക്കാനാണ് കണ്ണ്. ആ നിറത്തിൽ നിന്നാണ് ഓരോന്നിൻ്റെയും ആകൃതി നിശ്ചയിക്കുന്നത്.
നമുക്ക് അനവധി ചെടികളും സസ്യങ്ങളും ആഹാര വിഷയങ്ങളുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇത് വെണ്ടയ്ക്ക, ഇത് മത്തങ്ങ, ഇത് ചേമ്പ്, ഇത് ചേന, ഇത് ക്യാരറ്റ്, ഇത് ക്യാപ്സിക്കം എന്നൊക്കെ പറയണത് എങ്ങനെയാ? കണ്ണ് നിശ്ചയിച്ച് പറയണതാ. കണ്ണിന് പോരാന്ന് തോന്നിയാൽ ചിലപ്പോൾ കൈ കൊണ്ട് കൂടി ഒന്ന് തൊട്ട് നോക്കിയെന്ന് വരാം. നമ്മുടെ ചൊരയ്ക്ക മേടിക്കുമ്പോൾ മൂത്ത ചൊരയ്ക്കയും മൂക്കാത്തതും തമ്മിൽ എങ്ങനെയാ കണ്ടാ അറിയുക? തോക്കും. ഇപ്പം ഇളവനാണെങ്കിൽ ആ തൊങ്ങൊന്നും പോവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഇളവൻ പിഞ്ചാണ്. അപ്പോൾ കച്ചവടക്കാരെന്താ ചെയ്യുക? അതങ്ങോട്ട് തുടച്ച ആ തൊങ്ങ് മുഴുവനും കളയും. അപ്പോൾ അത് ചെറുതോ വലുതോ എന്നറിയാൻ എന്താ വഴി? ആരും അറിയാതെ നഖം കൊണ്ടൊരു അമർത്താൻ കൊടുക്കും. അവിടെ അമർന്നു എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അമർന്നാൽ അത് ചെറുപ്പാണ്, കൊച്ചാണെന്നറിയാം. അപ്പോൾ കണ്ണുകൊണ്ട് മാത്രം നോക്കി നിശ്ചയിക്കാൻ പറ്റില്ല ഇളവൻ്റെയും ചൊരക്കയുടെയും മൂപ്പ്. അപ്പം അതിന് നഖവും വേണ്ടി വന്നു, കൈ വേണ്ടി വന്നു. അങ്ങനെ കണ്ണുകൊണ്ടും എന്തൊക്കെയുണ്ട്? കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, മൂക്ക് കൊണ്ട് വാസനിക്കും, നാവ് കൊണ്ട് രുചിക്കും, ത്വക്ക് കൊണ്ട് സ്പർശിക്കും. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഈ ലോകവസ്തുക്കളെ മുഴുവനും നാം നോക്കി അളന്നെടുക്കണം. അപ്പം ലോകത്തെ അളക്കാനുള്ളതാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 എണ്ണം. എവിടെ? നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിന് അത്ര വലിയ വലിപ്പമൊന്നുമില്ല. ആ വലിപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ വലിപ്പമാണ് കണ്ണിന്. ആ കണ്ണിന് മൂക്ക് അതിലും ചെറുതാന്ന് പറയാം, 2 തുളയും കൂടി എടുത്താൽ. ഈ ഇന്ദ്രിയങ്ങൾ 5 എണ്ണം കൊണ്ടാണ് ഇത് അനന്തമായ ലോകം. അനന്ത ദൂരങ്ങളും അനന്ത വൈവിധ്യവുമുണ്ട് ഈ ലോകത്തിൽ. അതിനെ മുഴുവൻ അളന്നെടുക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അതാണ് ഈ ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളേക്കാൾ ഭീമം, ശ്രേഷ്ഠം, മഹത്തരം എന്നൊക്കെ കൃഷ്ണൻ പിന്നീട് പറയുന്നത്. ആ മാത്രകൾ ഒരു ഭാഗത്ത്, ആ മാത്രകളോടുകൂടി സ്പർശം പുലർത്തുന്ന ലോകവസ്തുക്കൾ മറുഭാഗത്ത്. സ്പർശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? തൊടുക എന്നാണ് അർത്ഥം. അപ്പം ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ ആ വസ്തുക്കൾ പുറത്ത് നിന്നതുകൊണ്ട് കാര്യമായില്ല. ഇതാ ഒരു വസ്തു ഇവിടെ ഇങ്ങനെ നിന്നതുകൊണ്ട് നമുക്ക് അനുഭവം വരില്ല. അനുഭവം വരണമെങ്കിൽ എന്തു വേണം? കണ്ണിനാണെങ്കിൽ വസ്തുക്കളുള്ളത് പ്രകാശത്തിലാവണം. അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ കിരണരൂപത്തിലാണ് പ്രകാശം, ലൈറ്റ് റേസ്. ആ കിരണങ്ങൾ മുഴുവൻ വസ്തുക്കളിൽ ചെന്നങ്ങോട്ട് തട്ടും. തട്ടിയിട്ടോ പ്രതിബിംബിച്ച് ഇങ്ങോട്ട് വരും. ആ വന്ന പ്രതിബിംബിത കിരണങ്ങളുണ്ടല്ലോ, ആ കിരണങ്ങൾ കണ്ണിൻ്റെ അടുത്ത് വന്നാൽ ദർശനമാവില്ല. ആ കണ്ണിൻ്റെ കോർണിയിൽ കൂടി ഉള്ളിലേക്ക് അങ്ങനെ തൊട്ട് പ്രവേശിച്ചാലേ ദർശനമുണ്ടാവുള്ളൂ. അപ്പം സ്പർശനമില്ലാതെ ദർശനമില്ല. അതുമാതിരി ഒരു ശബ്ദം, അത് ഇവിടം വരെ വന്നാൽ ശബ്ദമായില്ല. അത് ഇയർ ഡ്രമ്മിൽ, നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ഡ്രമ്മുണ്ടല്ലോ, അതിൽ തൊട്ടാലേ ശബ്ദമാവുള്ളൂ. അത് കേടുവന്നാലോ പിന്നെ ശബ്ദം ഉണ്ടാവില്ല. നമുക്ക് കണ്ണില്ലെങ്കിലോ കുരുടനാണെങ്കിലോ കാഴ്ചയുണ്ടാവില്ല. അപ്പം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സ്പർശമാണ്. നിങ്ങളിതാ എന്തെങ്കിലും ഒരു സാധനം കൈകൊണ്ട് തൊട്ടതാണ് സ്പർശം എന്ന് വിചാരിക്കരുത്. ഇതുപോലെയുള്ള സ്പർശം കണ്ണിലും ചെവിയിലും നടക്കണം. മൂക്കിലോ എവിടെയെങ്കിലും ഒരു മണമുണ്ടെങ്കിൽ ആയില്ല. ആ മണത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കാറ്റ് മൂക്കിൻ്റെ ഉള്ളിലേക്ക് കിടന്നാലേ അവിടെ മണമായുള്ളൂ. അതുമാതിരി നാവിൻ്റെ മുൻപിൽ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചാൽ രുചിക്കാൻ പറ്റില്ല. നാവ് നീട്ടി അതിൽ വെച്ചു കൊടുക്കണം, അപ്പോഴേ രുചിയായുള്ളൂ. ത്വക്കും അതുപോലെ തന്നെ. അപ്പം ഈ മാത്രകൾക്ക് എപ്പോഴും വിഷയങ്ങളുമായി സ്പർശങ്ങൾ ഉണ്ടാവണം. അങ്ങനെ മാത്രകൾക്കുള്ള സ്പർശങ്ങളും മാത്രകളും സ്പർശങ്ങളുമാണ് ജീവിതം മുഴുവനും. മനസ്സിലായോ പ്രേക്ഷകരെ നിങ്ങൾക്ക്? ജീവിതത്തിൻ്റെ ഡെഫിനിഷൻ, വിവരണമാണത്. മാത്രകൾ നമ്മുടെ ശരീരത്തിലുള്ളത്, വസ്തുക്കളും വിഷയങ്ങളുമോ ചുറ്റുമുള്ളത് നമ്മുടെ ദേഹമടക്കം. ഈ മാത്രാസ്പർശങ്ങളാണ്, നിരന്തരമായ മാത്രാസ്പർശങ്ങളാണ് ജീവിതം തന്നെ. നിങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങളും ഇല്ലെങ്കിൽ ലോകവസ്തുക്കളില്ല. ഒരു ഇന്ദ്രിയമുണ്ടെങ്കിൽ അതിൻ്റെ സ്പർശം അതിനുണ്ടാവും. അപ്പം ഈ ലോകമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവെന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ നമ്മിലാണ്, ലോകത്തിലല്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉൾശക്തി തന്നെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് നമുക്ക്. ആ ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളെ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും മണക്കുന്നതും രുചിക്കുന്നതും. അങ്ങനെ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്ന 5 പദാർത്ഥങ്ങൾ തന്മാത്രകളാക്കി തീർക്കുകയാണ് ഈ ലോകവസ്തുക്കളെ മുഴുവൻ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങൾ വിട്ട് 6ാമത്തെ ഒരെണ്ണം നമുക്കില്ല. ശബ്ദസ്പർശ രസരൂപ ഗന്ധം വിട്ട ഒരു അനുഭവം നമുക്കില്ല അവിടെ. എന്തു പറയണു നിങ്ങൾ? എന്തു പറയണു? അപ്പം നമ്മുടെ ജീവിതം ഉപായപ്പെട്ടതാണോ? നിസ്സാരമാണോ?
അതോ ഈ ലോകത്തിന് മുഴുവൻ അളക്കാനുള്ള ഇന്ദ്രിയങ്ങളോടുകൂടി പരിലസിക്കുന്നതോ? ആ ഇന്ദ്രിയങ്ങളോടുകൂടി പരിലസിക്കുന്ന നമ്മുടെ ശരീരം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഈ ലോകത്തിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്, 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 ഭീമമാണ്. അത് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവെത്രയുണ്ട്? ആ ഇന്ദ്രിയങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ യോഗ്യത എത്രയുണ്ട്? ആ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്ന മനസ്സിൻ്റെ വൈഭവം എത്രയുണ്ട്? മനസ്സിന് ദിശയും നയവും നിർദ്ദേശവും നൽകുന്ന ബുദ്ധി എത്ര മഹത്ത്! ആ ബുദ്ധിക്കും അപ്പുറത്തുള്ള ഞാൻ, കേന്ദ്രീകൃതമായിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്ന ഞാൻ, അതെവിടെ പോയി? ഈ കാണുന്ന ദൃശ്യലോകം, വൈകുണ്ഠം, കൈലാസം, അതിനൊക്കെ മീതെയാണ് നമ്മുടെ ഈ ഞാൻ, ഞാൻ, താൻ. കേൾക്കുന്നുണ്ടപ്പാ നിങ്ങൾ? കേൾക്കെങ്കിലും ചെയ്യും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. കൃഷ്ണ ഈസ് അനലൈസിങ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഭഗവത്ഗീത എന്താ? പുരാണം, ഭാരതം. മിണ്ടരുത്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യക്തിത്വത്തെ അപഗ്രഥിക്കുന്ന, അന്തിമമായിരിക്കുന്ന ശാസ്ത്രം എന്നാണ് അതിനർത്ഥം. ജീവിതത്തെ വേണ്ടതുപോലെ അപഗ്രഥിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കി തരുന്നതാണ്. ആ ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അത് മുഴുവനും ഈ ഭഗവത്ഗീത പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ആവശ്യം? അർജുനൻ ആവശ്യം വ്യക്തമാക്കി. എന്താ വ്യക്തമാക്കിയത്? നഹി പ്രപശ്യാമി മമാപനുദ്യ യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. എൻ്റെ ശരീരം മുഴുവനും, ദേഹം മുഴുവനും ചുട്ടുനീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുട്ടുനീറ്റുന്ന ഈ ദുഃഖമുണ്ടല്ലോ, ആ ദുഃഖത്തിനെ തുടച്ചു മാറ്റിത്തരണം എന്നായിരുന്നു അർജുനൻ്റെ ആവശ്യം. ആ ദുഃഖനിർമാർജനത്തിന് വേണ്ടിയാണ് കൃഷ്ണൻ്റെ ഓരോ വാക്കും. ഇപ്പം നിങ്ങൾ എന്നോട് പറയൂ, ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപദേശം നമുക്ക് ആവശ്യമുള്ളതോ അല്ലയോ? നിങ്ങൾക്ക് ദുഃഖമുണ്ടോ ജീവിതത്തിൽ? ഉവ്വ്, അതേ ഉള്ളൂ, മറ്റത് കുറവാ. അപ്പം ഈ ഭഗവത്ഗീത ആവശ്യമാണോ? ആവശ്യമാണ്. ദുഃഖം തുടച്ചു മാറ്റിയിട്ടേ അർജുനന് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൊടുത്തിട്ടുള്ള ഈ ഭഗവത്ഗീത, അതും എന്തിന്? ദുഃഖം നീങ്ങി ഞാൻ കിടന്നുറങ്ങാൻ പോണു എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്, അർജുനൻ പറഞ്ഞത്. അർജുനൻ പറഞ്ഞത് ദുഃഖം നീങ്ങിയാലേ എനിക്ക് ഗാണ്ഡീവമെടുത്ത് ഈ അഭൂതപൂർവമായ മഹായുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ എന്നാ. അപ്പം മനുഷ്യനെ ജീവിതത്തിൽ വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തുണ്ടോ അത് മുഴുവനും നേരിടാനും മുന്നോട്ട് പോവാനും എത്ര വേണമോ അത്ര ആത്മബലം, ആത്മശക്തി കടഞ്ഞെടുക്കാനും എല്ലാം സഹായിക്കുന്നതാണ് ഈ ഭഗവത്ഗീത. ആ സഹായം ഏത് രൂപത്തിലാണ്? തത്വവിചാര രൂപത്തിലാണ്. ബുദ്ധി കൊണ്ട് നാം നടത്തുന്നതാണ് വിചാരം, ആലോചന, അന്വേഷണം, തിരച്ചൽ, ഇറങ്ങിച്ചെല്ലൽ, അങ്ങനെ പരതി നോക്കൽ. അത് ബുദ്ധി ചെയ്യേണ്ടതാണ്. ആ ബുദ്ധിക്കുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ സജസ്റ്റ് ചെയ്യണത്, നിർദ്ദേശിക്കുന്നത്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് അർജുന മാത്രാസ്പർശങ്ങളാണ്. ആ മാത്രാസ്പർശങ്ങൾക്ക് അവയുടേതായ സ്വഭാവമുണ്ട്. കണ്ണ് കണ്ടാൽ നിറങ്ങളാണ്. ആ നിറങ്ങളുണ്ടെങ്കിൽ ആകൃതിയായി. അപ്പൊ നിറങ്ങളില്ലാതെ ഇരിക്കണം എന്ന് കണ്ണിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണു കണ്ടുവോ? അപ്പൊ നിറം ഉണ്ടാവും. ആ നിറം കൊണ്ട് ആകൃതി രൂപപ്പെടും. ചെവിയാണെങ്കിലോ കേൾക്കും, ശബ്ദമുണ്ടാവും. അങ്ങനെ മാത്രാസ്പർശങ്ങൾക്ക് അവയുടേതായ സ്വഭാവമുണ്ട്. എന്താണ് സ്വഭാവം? വെള്ളത്തിന് ഒഴുകുന്നതാ സ്വഭാവം, കാറ്റിന് പരക്കുന്നതാണ് സ്വഭാവം, അഗ്നിക്ക് ദഹിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതുമാണ് സ്വഭാവം, ഭൂമിക്ക് ഉറച്ചിരിക്കുന്നതാണ് സ്വഭാവം. ആകാശമോ കാണാനും കേൾക്കാനും പറ്റാതെ സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ് അതിൻ്റെ സ്വഭാവം. ഓരോന്നിനും ഓരോ സ്വഭാവമുള്ളതുപോലെ അഗ്നി കത്തി മേപ്പോട്ട് പോവും, കാറ്റ് 4 ഭാഗവും പരക്കും, വെള്ളം താഴത്ത് മാത്രം ഒഴുകും, ഭൂമിയോ വച്ചയിടത്ത് അതേപോലെ ഇരിക്കും. അതുപോലെ ഈ മാത്രാസ്പർശങ്ങൾക്കുമുണ്ട് ഒരു സ്വഭാവം. എന്താണ് ആ സ്വഭാവം? ശീതോഷ്ണ സുഖദുഃഖദാ. ശീതം പോലെയും ഉഷ്ണം പോലെയും മാറി മാറി സുഖദുഃഖങ്ങൾ ആനയിക്കുന്നതും രചിക്കുന്നതും ഉത്പാദിപ്പിക്കുന്നതുമാണത്. ഇന്ദ്രിയങ്ങൾ ഉണ്ടോ അർജുന? ഇന്ദ്രിയ ദർശനമുണ്ടാവും. ശബ്ദസ്പർശ രസരൂപങ്ങൾ കാണാതെ ഇരിക്കില്ല. ശബ്ദസ്പർശ രസരൂപങ്ങൾ സംഭവിച്ചുവോ? ആ സംഭവിച്ചതിൽ നിന്ന് മനസ്സിൽ ഉടനെ ശരീരത്തിന് തണുപ്പും ചൂടും എങ്ങനെയോ അതുപോലെ മനസ്സിലെ സുഖവും ദുഃഖവും മാറി 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 വന്നുകൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങൾ ലോകവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നിടത്തോളം കാലം സുഖദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, ലോകവസ്തുക്കളുമുണ്ട് ചുറ്റും, രണ്ടും തമ്മിൽ സമ്പർക്കം നടത്തണം. എന്നാലോ സുഖദുഃഖം പാടില്ലതാനെന്ന് പറഞ്ഞാൽ വേറെ വല്ല സ്ഥലവും അന്വേഷിച്ചോളൂ. ഭൂമിയിലിരിക്കാൻ പറ്റില്ല, മനുഷ്യനും ആവണ്ട. തൻ്റെ ഇടത്തോടു കൂടി കേൾക്കും കൂട്ടരെ, തൻ്റെ ഇടത്തോടു കൂടി കേൾക്കൂ. ഇതിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിഷേധ ശബ്ദം ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ കേൾക്കട്ടെ. ഒരൊറ്റ ആൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളുണ്ടോ, ലോകവസ്തുക്കളുണ്ടോ, അപ്പൊ സുഖദുഃഖങ്ങൾ മനസ്സിലില്ലാതെ കഴിയില്ലാന്ന്. സുഖദുഃഖദാഹ എന്നാ പറയണേ. ഈ സുഖദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു വിവരണമോ ഒരു നിർണായകമായിട്ടുള്ള ഒരു വിവരണമില്ല അതിന്. തണുപ്പ് ചൂട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചിലപ്പോൾ തണുക്കും, ചിലപ്പോൾ ചൂടും. സുഖമായിട്ടിരിക്കണു, നല്ല ചൂടാ, പനി അങ്ങോട്ട് വന്നാലോ എനിക്ക് കമ്പിളി വേണമെന്നാ പറയുക. എല്ലാവരും ചുട്ടു വേർക്കണ സമയം പനി വന്നവനോ തണുപ്പായി. അപ്പൊ ചൂട് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലം ഒരുപോലെ ചൂടല്ല എല്ലാ സമയത്തും. ആ ചൂടും തണുപ്പും മാറി മാറി വരുന്നത് നമ്മുടെ ദേഹസ്ഥിതി അനുസരിച്ചിരിക്കും. ശീതം ഉഷ്ണം എന്ന് പറയുന്നത് ദൈഹികമായ അനുഭവമാണ്. സുഖം ദുഃഖം എന്ന് പറയുന്നതോ മാനസാനുഭവങ്ങളാണ്. ഈ ശീതം ഉഷ്ണം ഒന്നിന് മറ്റൊന്ന് വിപരീതമാണ്. അതുപോലെ സുഖം ദുഃഖം എന്ന് പറയുന്നത് പരസ്പര വിരോധികളാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വിശക്കുന്നവന് ഭക്ഷണം സുഖകരമാണ്, വയറ് വീർത്താലോ അതേ ഭക്ഷണം അയ്യോ എനിക്ക് വേണ്ടേ എന്ന് പറയും. 4 കൈ കടം മേടിച്ച് തണുക്കും പായസം വിളമ്പാൻ പോകുമ്പോൾ വയറ് വീർത്ത് കഴിഞ്ഞ്. വയറ് വീർക്കുന്നവരെയോ വളരെ രുചിയാണ്, അത് കഴിഞ്ഞാലോ പിന്നെ ആ സാധനം വേണ്ട. അപ്പൊ ഈ സുഖദുഃഖത്തിന് ഒരു സ്ഥായിയായ നിലയില്ല. സുഖത്തിന് വിരോധമാണ് ദുഃഖം, ദുഃഖത്തിന് വിരോധമാണ് സുഖം എന്നേ പറയാൻ പറ്റുള്ളൂ. ശീതോഷ്ണം ദേഹതലത്തിൽ ഉണ്ടാവുന്നത്, സുഖദുഃഖമോ മനസ്തലത്തിൽ ഉണ്ടാവുന്നത്. ഇത്രയും പറഞ്ഞിട്ട് പറയാണ് ആഗമാപായിനോ അനിത്യാഹ. അങ്ങനെ വരുന്ന സുഖദുഃഖങ്ങൾക്കൊരു വിശേഷതയുണ്ട് അർജുന. ആ വിശേഷത എന്താ? ആഗമാപായികളാണ്. അവയ്ക്ക് ഒന്നേ അറിയുള്ളൂ, വരും, എന്നിട്ടോ പോവും. വരില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, പോകില്ല എന്ന് പറഞ്ഞാലും പറ്റില്ല. അവരുടെ സ്വഭാവം തന്നെ, അവയുടെ സ്വഭാവം തന്നെ വരലും പോകലും, വരലും പോകലും. സുഖം വന്നു പോയി, ദുഃഖം വന്നു പോയി, പിന്നെയും വന്നു സുഖം, പിന്നെയും പോയി. ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്ന ഒരു സ്വഭാവമാണ്. വരാതിരിക്കാനോ വന്നേയിരിക്കാനോ അത് സാധിക്കില്ല. അവ വരും പോകും. നമ്മുടെ ശരീരത്തിലുള്ള ശ്വാസം എങ്ങനെയാ? ഉള്ളിലേക്ക് കയറും, അത് കഴിഞ്ഞാലോ പുറത്തേക്ക് പോവും. ശ്വാസത്തോടൊന്ന് പറഞ്ഞു നോക്കൂ, ഒന്നിലോ പുറത്തന്നെ നിൽക്കൂ അല്ലെങ്കിൽ അകത്തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ പോവാൻ നമുക്ക് ശ്മശാനത്തിലേക്ക്. അപ്പം വരവും പോക്കുമാണ് അവയുടെ സ്വഭാവം. ആഗമാപായിനഃ അനിത്യാഹ. അങ്ങനെ വരവ് പോക്ക് എന്ന് പറഞ്ഞാൽ സ്ഥായിയല്ലാത്തൊരു നില. അങ്ങനെ വന്നാൽ അവ അനിത്യങ്ങളാണ്. നിത്യാനിത്യ വസ്തു വിവേകമാണല്ലോ ഈ ആധ്യാത്മിക ജ്ഞാനം. അതിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രഥമ ഗുണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണു. അനിത്യങ്ങളാണ്. ഇവിടെ ഏതാ അനിത്യങ്ങൾ എന്ന് പറയുന്നത്? സുഖദുഃഖങ്ങളാണ് അനിത്യങ്ങൾ. ഇന്ദ്രിയങ്ങൾ രചിക്കുന്നതാണ് സുഖദുഃഖങ്ങൾ. ആ സുഖദുഃഖങ്ങൾ രണ്ടും അനിത്യങ്ങളാണ്. ആഗമാപായിനോ അനിത്യാഹ. അങ്ങനെ അനിത്യങ്ങളും ആഗമാപായികളുമാണ്. അവയുടെ സ്വഭാവമാണത് എന്ന് വന്നാൽ എന്തു വേണം? ബുദ്ധി ഉപയോഗിച്ച് ഈ വസ്തുത മനസ്സിലാക്കി താൻ തിതിക്ഷസ്വ ഭാരത. അവയെ സഹിക്കൂ, സഹനശക്തി വളർത്തൂ. സഹനശക്തി എന്ന് പറഞ്ഞാൽ എന്താ ഈ സഹനശക്തി? സഹനശക്തിക്ക് വേണ്ടി ചിലർ എന്തൊക്കെ ചെയ്യും? ചൂടുള്ള മണൽ പ്രദേശത്ത് സമുദ്രതീരത്തോ പുഴവക്കിലോ ചെന്ന് ചൂടുള്ള സ്ഥലത്ത് കിടക്കുക, നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. അതൊന്നുമല്ല സഹനശക്തി, അതൊക്കെ ദൈഹികമാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് മുഴുവൻ മനസ്സിനാണ്. കൃഷ്ണന്റെ ഉപദേശം കൊണ്ട് കൃഷ്ണൻ അർജുനന്റെ ശരീരം തലോടാനാണോ നോക്കുന്നത്, അതോ മനസ്സിനെ തലോടാനോ? ഈ അറിവ് മുഴുവനും മനസ്സിനും ബുദ്ധിക്കുമുള്ളതാണ്. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുക, ഗ്രഹിച്ചതിൻ്റെ ഗുണം സ്വാധീനം മനസ്സിൽ അങ്കിതമാകുക. അങ്ങനെ ബുദ്ധിയിലൂടെ മനസ്സിലേക്ക് ഇതാണ് ജ്ഞാനോപദേശത്തിൻ്റെ ലക്ഷ്യം. അപ്പൊ ആഗമാപായിനഃ അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത. അല്ലേ ഭാരത, തിതിക്ഷസ്വ, അവയെ സഹിക്കൂ. ഈ സഹനശക്തി മനസ്സിനുണ്ടാവേണ്ടതാണ്. എങ്ങനെ, എവിടം കൊണ്ടുണ്ടാവും? അവ ആഗമാപായിയാണ്, വന്നു പോകുന്നവളാണ്, ആഗന്തുകങ്ങളാണ് എന്ന് മനസ്സിലാക്കി, അനിത്യങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ ഒരു നിത്യവസ്തു ഉണ്ട്. എന്താണ് ആ നിത്യവസ്തു? ഞാൻ.
ഞാൻ ചെറുപ്പം മുതൽക്ക് നമ്മൾ പറയാൻ തുടങ്ങിയ ഞാൻ വയസ്സായിട്ടും മാറുന്നില്ല. ആ നിത്യവസ്തുവിൽ നിന്ന് കിട്ടുന്ന ബലം കൊണ്ട് ഈ അനിത്യവസ്തുക്കളെ സഹിച്ചോളൂ. അപ്പൊ സഹനശക്തി എന്ന് പറയുന്നത് ബുദ്ധിക്കും മനസ്സിനും ഉണ്ടാകേണ്ടതാണ്. തണുപ്പിൽ കുളിക്കാനും ചുടുവെള്ളത്തിൽ കുളിക്കാനും അങ്ങനെ ചൂടും തണുപ്പും ഏൽക്കാനുള്ളതല്ല. മനസ്സിനെ വിവേകം കൊണ്ട് വിശേഷ ബുദ്ധി കൊണ്ട് മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സഹനശക്തി. മെന്റൽ സ്ട്രെങ്ത്, മെന്റൽ എൻഡ്യൂറൻസ്, ദി എബിലിറ്റി ടു ബി അറ്റ് ഹോം വിത്ത് വാട്ട് എവർ ഈസ്. എന്ത് പരിതസ്ഥിതിയോ എന്ത് ചുറ്റുപാടോ എന്ത് സംഭവമോ ഉണ്ടോ അതോടുകൂടി സാമഞ്ജസ്യത്തോടുകൂടി കഴിയാൻ സാധിക്കുന്നതാണ് ഈ സഹനശക്തി. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താം തിദിക്ഷസ്വ ഭാരത. അപ്പൊ ഈ തിദിക്ഷ എന്ന് പറഞ്ഞാൽ അത് എവിടുന്നാ ഉണ്ടാവുക? അർജുനൻ ഒരു തിദിക്ഷ കാണിച്ചു. എന്താണത്? യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. അമ്പും വില്ലൊക്കെ താഴത്ത് വെച്ച് ഞാനിവിടെ മിണ്ടാതെ നിൽക്കും. എൻ്റെ എതിരാളികൾ കൂർത്തുമൂർത്ത ശരം പ്രയോഗിച്ച് ഞാൻ മരിച്ചു പോവുകയാണെങ്കിലും എനിക്ക് വിരോധമില്ല എന്നുള്ള ഒരു തിദിക്ഷയാ അർജുനൻ പ്രകടമാക്കിയത്. അതുകൊണ്ട് കാര്യമില്ല, തകർന്നിരിക്കുകയാണ്. ആ തളർച്ച മാറണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മനസ്സിന് സഹനശക്തി ഉണ്ടാവണം. അത് ബുദ്ധി മാത്രമേ രചിക്കാൻ സാധിക്കുള്ളൂ. ആ ബുദ്ധി ഇളക്കിമറിച്ച് ജ്ഞാന കുതുകിയാക്കി തീർത്ത് ആ ജിജ്ഞാസ കൊണ്ട് വളരാൻ പഠിപ്പിക്കുകയാണ് കൃഷ്ണൻ. നമ്മുടെ ഭഗവത്ഗീതയ്ക്ക് പല വിധത്തിലുള്ള കമൻട്രീസ് ഉണ്ട്, വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും ഉണ്ട്. പഴയ കാലത്ത് സംസ്കൃതത്തിൽ തന്നെ എഴുതുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിലും മറ്റൊരു ഭാഷയിലുമൊക്കെയാണ്. അപ്പോൾ പലരും വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹനുമത് പൈശാച ഭാഷ്യം എന്നൊരു ഭാഷ്യയാണത്രേ ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ എഴുതിയതാണ് ശാങ്കരഭാഷ്യം, ശങ്കരാചാര്യൻ എഴുതിയത്. അവിടെ ഞങ്ങളുടെ രാമാനുജാചാര്യരും പലരും എഴുതിയിട്ടുണ്ട്. സദാനന്ദ സരസ്വതിയുടെ ഒരു വിശേഷപ്പെട്ട ഒരു ഭാഷ്യമുണ്ട്. അതെങ്ങനെയാ? ഒക്കെ കാവ്യ ശ്ലോകത്തിലാണ് എഴുതിയിരിക്കണേ. ഈ മാത്രാസ്പർശാസ്തു കൗന്ദേയ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിന് അദ്ദേഹം 30 ശ്ലോകങ്ങളായിട്ട് കമൻട്രി എഴുതിയിരിക്കുന്നത്. അതിൽ ഒരു ശ്ലോകം വേണമെങ്കിൽ ഞാൻ വളരെ കൊല്ലങ്ങൾ മുൻപ് പഠിച്ചതാ. പക്ഷെ ഞാനിതിങ്ങനെ തപ്പിത്തരട്ടി നോക്കിയാൽ തന്നെ അങ്ങനെ നോക്കാറില്ല. എങ്ങാനും നോക്കിയാലും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ അതിലങ്ങനെ കാണാറില്ല. ഞാൻ പറയുന്നതൊക്കെ ഒരു പ്രത്യേക തരത്തിലാണ്. എൻ്റെ വിചാരം ഓരോ ശ്ലോകത്തിലുമുള്ള സത്യം നമ്മുടെ കൃഷ്ണൻ എന്ത് ഉദ്ദേശിച്ചുവോ, വ്യാസദേവൻ എന്താണോ ഉദ്ദേശിച്ചത് അതേമാതിരി ഭൂമാനന്ദ സ്വാമി പറയണം എന്നാണ് എൻ്റെ വിചാരം. അപ്പം ഞാൻ ഒരു വ്യാഖ്യാനവും ഒരു കമൻട്രിയും സാധാരണ വായിക്കാറില്ല. ഏതെങ്കിലും വാക്കുകൾക്ക് വല്ല സംശയം തോന്നിയാൽ ഒന്ന് അന്വേഷിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും ചെറുപ്പകാലത്ത് ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. കാവ്യ ഇഷ്ടമാണല്ലോ. മീയന്തേ വിഷയ ആഭി മാത്രാസ്യുരിന്ദ്രിയാണി താസാം സ്പർശാസ്തു വിഷയൈ സംബന്ധാ ക്ഷണഭംഗുരാ. ഈ ഒരു ശ്ലോകം ഞാൻ വായിച്ചത് ഒരു പക്ഷേ ഒരു 56 കൊല്ലം മുമ്പാവും. അന്ന് ഞാൻ ജ്ഞാനാശ്രമത്തിലാണ്. അത് വായിച്ചു. ഈ ഒരു ശ്ലോകം മനസ്സിൽ മനപ്പാടായി അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനിവിടെ ഗീത പറയുകയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി മീയന്തേ വിഷയ ആഭിഹി. എന്നിട്ട് ഞാൻ അർപ്പിതയോട് പറയുകയായിരുന്നു, നമ്മുടെ ആശ്രമത്തിൽ മാജിയുണ്ട്, നുത്തുൻ സ്വാമിജിയോടൊക്കെ പറയുകയായിരുന്നു, അതെ ഇങ്ങനെ കാവ്യരൂപത്തിൽ ഒരാൾ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിലൊരു ശ്ലോകം എനിക്ക് ഓർമ്മ വരുന്നു. അപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു പുസ്തകം എടുത്ത് നോക്കാൻ പറഞ്ഞു. അതിലൊന്നും ഇത് കണ്ടില്ല. എവിടെയാണാവോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പെട്ടെന്ന് എനിക്ക് തോന്നി, ടെലിഫോണിൽ 4 പൂജ കുത്തൊക്കെ കുത്തിയപ്പോൾ നമ്മുടെ സാധു പത്മനാഭൻ രാജൻ മാഷുണ്ട് വ്യാസത ഭവനത്തിൽ. അതേ രാജൻ, ഒന്ന് നോക്കൂ, നമ്മുടെ ജ്ഞാനാശ്രമത്തിൽ ഒരു സംസ്കൃതം വ്യാഖ്യാനം ഉണ്ടായിരുന്നു, ഒരു പുസ്തകം. അന്ന് ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാ ഉള്ളത്? അതിവിടെ വ്യാസത ഭവനത്തിലുണ്ടാവും. നീ ഒന്ന് നോക്കുമോ? ഒന്ന് നോക്കി പറയുമോ? ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കണ്ണിനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വിളിച്ചപ്പോൾ ഏതാ ആ ശ്ലോകം ചോദിച്ചു. ഈ സാധു പത്മനാഭൻ ഒരു സംസ്കൃത വിദ്വാനാണ്.
പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ശ്രീവ്യാസ കോളേജ് ആയിരുന്നു സാൻസ്ക്രിറ്റിൽ. ചെറുപ്പം മുതൽക്ക് സ്കോളർഷിപ്പിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ നോക്കിയിട്ട് പറഞ്ഞു, ആ കണ്ടുപിടിച്ചു, അത് 101 കൊല്ലം പഴക്കണ്ട ആ പുസ്തകത്തിന്. 101 കൊല്ലം. അത് ഏടൊക്കെ എടുത്ത് നമുക്ക് മറിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ശ്ലോകം കണ്ടെത്തി. ഞാൻ പറഞ്ഞു, ആ പുസ്തകം ഒന്ന് എനിക്ക് കിട്ടുമെന്ന്. കൊടുത്തയച്ചു. ഞാൻ പറയാ, എന്താ പറയുക, എന്താ ആവശ്യമുണ്ടോ അത് മുഴുവനും നമുക്ക് കിട്ടും. ഇന്നലെ രാത്രി ആ പുസ്തകം നമുക്ക് കയ്യിൽ കിട്ടിയത് വലിയൊരു വിശേഷ സംഭവമാണ്. എന്നിട്ട് അതെടുത്ത് നോക്കാൻ പറഞ്ഞു. മീയന്തേ വിഷയ ആഭിർ മാത്രാസ്യുരിന്ദ്രിയാണി താഹ താസാം സ്പർശാസ്തു വിഷയൈ സംബന്ധാ ക്ഷണഭംഗുരാ. അതിന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് സദാനന്ദൻ. മീയന്തേ വിഷയ ആഭിഹി മാത്രാഹ സ്യു. എന്തുകൊണ്ടാണോ ഈ ലോകവസ്തുക്കളെ മുഴുവൻ നാം അളക്കുന്നത്, തരംതിരിക്കുന്നത്, ഗ്രഹിക്കുന്നത്, വകതിരിക്കുന്നത്, ഓരോന്നിനെയും മനസ്സിലാക്കുന്നത്? ഇത് ഇത് വെളുപ്പ് നിറമുള്ള കടലാസാണ്. ആരാ അത് പറയുന്നത്? കണ്ണാണ് പറയുന്നത്. ആ വെളുപ്പ് നിറത്തിൽ കറുത്ത അക്ഷരങ്ങളാണ്. ആര് പറയുന്നു? കണ്ണ് പറയുന്നു. എൻ്റെ മുൻപിലിതാ ഒരു ക്യാമറയുണ്ടെന്ന് ആരാ പറയുന്നത്? കണ്ണാണ് പറയുന്നത്. അതിൻ്റെ ലെൻസുണ്ട്. ലെൻസിൻ്റെ മുകളിൽ ചെറിയ ഒരു ചുവന്ന വെളിച്ചമുണ്ട്. അത് നോക്കിയിട്ടാണ് സ്വാമിജി സംസാരിക്കുന്നത്, ക്യാമറയുടെ ഉള്ളിൽ നോക്കി. ഇതാരാ പറയുന്നത്? കണ്ണാ പറയുന്നത്. അതിൻ്റെ തൊട്ട പിന്നിൽ ക്യാമറാമാൻ നമ്മുടെ രാഘവൻജി ഉണ്ട് അവിടെ, അദ്ദേഹത്തിൻ്റെ വേഷം. ഇതൊക്കെ ആരാ എനിക്ക് പറഞ്ഞു തരണത്? അതിൻ്റെ തൊട്ട പിന്നിലാണ് ജനല. അതിലൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ മുൻപിൽ 3-4 വിളക്കുകളുണ്ട്. എന്താ ഇതൊക്കെ ആരാ പറയണത്? അളന്ന് തിരിച്ച് പറയണത്. കടുക് മുതൽക്ക് കടാഹം വരെയുള്ള അളവ് മുഴുവനും ഈ കണ്ണാണ് ഉണ്ടാക്കുന്നത്. അതാണ് മീയന്തേ വിഷയ ആഭിഹി മാത്രാഹ സ്യു ഇന്ദ്രിയാണി താഹ. അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തുന്നതാണ് മാത്രകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള 5 എണ്ണം. താസാം സ്പർശാസ്തു വിഷയൈ. താസാം അവർക്ക് ഉണ്ടാകുന്ന സ്പർശാസ്തു വിഷയൈ ലോകവസ്തുക്കളുമായിട്ടുള്ള സ്പർശങ്ങളുണ്ടല്ലോ, സംബന്ധാഹ അതിനാണ് സമ്പർക്കം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിൽ, ലോകവസ്തുക്കൾ ചുറ്റും, ഇവ രണ്ടും കൂടിയിട്ടുള്ള സമ്പർക്കമുണ്ടല്ലോ, ക്ഷണഭംഗുരാഹ അത് ക്ഷണഭംഗുരമാണ്, താത്കാലികമാണ്. ആഗമാപായിനഹ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിന് സദാനന്ദൻ കാവ്യരൂപത്തിൽ പറയുന്ന വിവരണമാണത്. ഇങ്ങനെ 30 ശ്ലോകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. എന്ത് പറയണമപ്പാ നിങ്ങൾ ഭാരതത്തെ പറ്റി, ഭാരതീയരെ പറ്റി? വേദവ്യാസൻ എഴുതി വെച്ച 700 ശ്ലോകത്തിൽ ഒരു ശ്ലോകത്തിന് 30 ശ്ലോകം എഴുതിയിരിക്കുന്നു ശ്ലോകരൂപത്തിൽ. അപ്പോൾ ഇവിടെ കവികൾക്ക് കുറവുണ്ടോ? കാവ്യത്തിന് കുറവുണ്ടോ? കാവ്യഭാവനയ്ക്ക് കുറവുണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമ എത്രയുണ്ട്, പ്രതാപം എത്രയുണ്ട്, പ്രഭാവം എത്രയുണ്ട്, മികവും നിറവും എത്രയുണ്ട്? നിങ്ങൾ തന്നെ പറയുവാണെന്ന്. അങ്ങനെ ഒരു വലിയ സമ്പത്ത് കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ പിച്ചയായിട്ട് നടക്കുന്നത്. പിച്ചയായിട്ട് നടക്കുകയാണ്. ഈ പിച്ചത്തം എന്നാ പോകാൻ പോണത് നമ്മുടെ രാജ്യത്തു നിന്ന്? ധർമാംശ്ചിത്തസ്യ ദുഃഖാദി ദായിനക്ഷണഭംഗുരാൻ മാത്രാസ്പർശാൻ തിദിക്ഷസ്വ നൈതേ കിഞ്ചിത് കരാമമാ. അദ്ദേഹം പറയണതാണ്, ധർമാംശ്ചിത്തസ്യ ദുഃഖാദിദായിനഃ ക്ഷണഭംഗുരാൻ. ഈ ദുഃഖം ആനയിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ധർമ്മമാണ്. എവിടെ കാഴ്ചയുണ്ടോ ആ കാഴ്ചയുടെ ഭാഗമായിട്ട് ദുഃഖമുണ്ട്. കാണുന്നത് തന്നെ കണ്ണിന് ക്ഷീണം വരുത്തുന്നതാണ്. ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ് ജോലി ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ നോക്കുന്നോറും കണ്ണിന് ക്ഷീണ. ഇടയ്ക്കിടയ്ക്ക് കണ്ണെടുത്ത് ദൂരത്ത് നോക്കാനാണ് ഡോക്ടർ പറയണത്. കണ്ടുപിടിച്ചിട്ടുള്ളതോ കമ്പ്യൂട്ടർ വളരെ രസകരമാണ്, ഉപകാരമാണ്. തരുന്നതോ ക്ഷീണം. ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു പ്രൊജക്ടർ ഇട്ട് തരുമപ്പാ, എന്നൊരു ചുമരിൽ നോക്കാം ഞാൻ. അപ്പം ഡയറക്റ്റ് ലൈറ്റ് നോക്കണ്ടല്ലോ. അപ്പം ആ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന വെളിച്ചം ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മണിക്കൂറുകളോളം അതിൻ്റെ മുൻപിലിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ആ മണിക്കൂറുകളോളം ചെയ്യുമ്പോൾ കണ്ണിന് ക്ഷീണം വരുന്നു. എന്ത് സംഗതിയാണ് ഇവിടെ വേദനിപ്പിക്കാത്തതുള്ളത്? എത്ര നല്ല പാട്ട് ഇങ്ങനെ കേട്ടിരുന്നാൽ ഉറങ്ങിപ്പോവും. അതും ക്ഷീണ. സർവേന്ദ്രിയാണാം ജരയന്തി തേജഹ എന്ന നചികേതസിൻ്റെ വിലയിരുത്തൽ.
അങ്ങ് എനിക്ക് കുതിര തരാം, ഡാൻസ് തരാം, കന്യകമാരെ തരാം, രാജ്യം തരാം, സിംഹാസനം തരാം, പ്രതാപം തരാം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ തരുന്നത് മുഴുവനും സർവേന്ദ്രിയാണാം ജരയന്തി തേജ, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജരിപ്പിക്കുന്നതാണിത്, കൊറോസീവാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടേ, അങ്ങയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി ഇരുന്നോട്ടെ, എനിക്ക് എൻ്റെ ചോദ്യത്തിന് മറുപടിയേ വേണ്ടൂ, ആത്മജ്ഞാനത്തിൻ്റെ താക്കോല് തുറന്നു തന്നാ മതി എന്ന് പറയുന്നു നചികേതസ്. ധർമാംശ്ചിത്തസ്യ ദുഃഖാദി ദായിന ക്ഷണഭംഗുരാൻ മാത്രാസ്പർശാൻ തിദിക്ഷസ്വ. ഈ മാത്രാസ്പർശങ്ങളെ സഹിക്കൂ. സഹിക്കാനുള്ള ബലം എവിടുന്ന് ഉണ്ടാവും? അവയെ വിശകലനം ചെയ്ത് പരിശോധിച്ചു നോക്കി. അനിത്യങ്ങളാണ്, ആഗമാപായികളുമാണ്. ഒരു ദുഃഖവും വന്ന് സ്ഥായിയായിട്ട് നിൽക്കില്ല, ഒരു സുഖവും വന്നിട്ട് സ്ഥായിയായിട്ട് നിൽക്കില്ല. അത് വരും പോകും, വരും പോകും, വരും പോകും എന്ന് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ പോകാനുള്ളതല്ലേ, എത്ര നേരം ഇരിക്കട്ടെ എന്നുള്ള വിചാരം. ഇത് എവിടുന്നാ ഉണ്ടാവുക? വിവേകത്തിൽ നിന്ന്, വിശേഷബുദ്ധിയിൽ നിന്ന്, തത്വവിചാരത്തിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന്. ഇത് വേറെ ഒരു സ്ഥലത്തുനിന്നും വരില്ല. സ്വർഗത്തുനിന്ന് പൊട്ടി വീഴില്ല, ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വരില്ല, പുഴയുടെ ഉള്ളിൽ നിന്ന് ഉദിച്ചു പൊന്തില്ല. ഇത് നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്നും മാറിടത്തിൽ നിന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. കൃഷ്ണൻ അത് ഉണ്ടാക്കി ഇളക്കി മറിച്ച് ഉളവാക്കുകയാണ് അർജുനന്റെ ബുദ്ധിയിൽ. അതാണ് ഈ സംവാദത്തിനെ അത് സാധിക്കൂ. നൈതേ കിഞ്ചിത് കരാമമ. എവിടം വരെയാ മാത്രാസ്പർശങ്ങൾ? ഇന്ദ്രിയ തലത്തിൽ നിന്ന് തുടങ്ങി മനസ്ഥലം വരെ മാത്രം. മനസ്ഥലം വിട്ട് ബുദ്ധിയുടെ തലത്തിലേക്ക് അത് പ്രവേശിക്കാൻ പറ്റില്ല. അവസാനം ആത്മതലത്തിൽ സ്വല്പം പോലുമില്ല.